എന്താണ് മുറിച്ചുണ്ടല്ലെങ്കിൽ ക്ലെഫ്റ്റ്? സൗണ്ട് തോമയിൽ ദിലീപിന്റെ ക്യാരക്ടർ ആണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ. ബൈ ബർത്ത് തന്നെ കാണുന്ന ഒരു കണ്ടീഷനാണ് ഇത്. ഒരു കുട്ടിയുടെ മൂക്ക് മുതൽ അണ്ണാക്ക് വരെയുള്ള ടിഷ്യൂസ്, മസിൽസ്, ബോൺസ് ഫോം ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുമ്പോൾ 2 to 3 months ഓഫ് പ്രഗ്നൻസിന്റെ ഉള്ളിലാണ്. ആ ഫോർമേഷൻ അല്ലെങ്കിൽ ഫ്യൂഷൻ നടക്കാതിരിക്കുമ്പോഴാണ് അവിടെ ഒരു ഗ്യാപ്പ് വരുന്നത്. ആ കണ്ടീഷനാണ് മുറിച്ചുണ്ട് അല്ലെങ്കിൽ ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഒന്നിക്കിൽ ലിപ്പ് മാത്രം, അല്ലെങ്കിൽ പാലറ്റ് മാത്രം, അല്ലെങ്കിൽ ലിപ്പ് ആൻഡ് പാലറ്റ് ആണ് വരിക. റെയർ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്ലെഫ്റ്റ് ആണ് സബ്മ്യൂക്കസ് ക്ലെഫ്റ്റ്. ഇത് ബൈ ബർത്ത് ഉണ്ടാവുകയാണെങ്കിലും ഇത് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബൈ ഡെവലപ്മെന്റ് ആൻഡ് സിംറ്റംസിലൂടെയാണ് ഇതിന് ഫെർദർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അറിയാൻ പറ്റുന്നത്. സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് ആൻഡ് ഓഡിയോളജിസ്റ്റിന്റെ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു ക്ലെഫ്റ്റ് വന്ന ആൾക്കാർക്ക് കുറേ ഡിഫിക്കൽട്ടീസ് വരാം. ലൈക്ക് ഫീഡിങ് ഡിഫിക്കൽട്ടീസ്, ഹിയറിംഗ് റിലേറ്റഡ് ഇഷ്യൂസ്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഇഷ്യൂസ്. സ്പീച്ച് ഷോറിൽ നമ്മൾ ക്ലെഫ്റ്റ് വന്ന ആൾക്കാർക്ക് കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ്സ് കൊടുക്കാറുണ്ട്, including pre and post surgery feeding strategies. For more info, do contact us.